Now let's listen from our former chairman, Pala Municipal Council, Mr. Kuriakose Palavan. Please welcome him for a felicitation. Put your hands together in welcoming Mr. Kuriakose Palavan. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ ഷാജു സാം, ഈ കായിക മേള ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന കേരളത്തിലെ പ്രിയങ്കരനായ MLA ശ്രീ മാണി സി കാപ്പൻ, ഈ ടൂർണമെൻ്റ് ലീഗിൻ്റെ ചെയർമാൻ ശ്രീ തോമസ് സെബാസ്റ്റ്യൻ, മറ്റ് ഈ സംഘടനയുടെ ഈ ഭാരവാഹികളെ, ഈ കളിക്കളത്തിൽ കളിക്കുന്ന കളിക്കാരെ, കായിക പ്രേമികളെ, സുഹൃത്തുക്കളെ, 34ാമത് ജിമ്മി ജോർജ് മെമ്മോറിയൽ സൂപ്പർ ട്രോഫി ടൂർണമെൻറ്റിൽ ഒരു വാക്ക് പറയുവാനായി ഒരു അവസരം കിട്ടിയതിൽ ഞാൻ വളരെയേറെ അഭിമാനിക്കുകയാണ്. കാരണം കേരള നാടിൻ്റെ ഏറ്റവും വലിയ അഭിമാന താരമായ ജിമ്മി ജോർജ്, ജർമ്മൻകാർ ഹെർമീസ് ദേവനെന്ന് വിളിക്കുന്ന കാലിൽ ചിറകുമുളച്ച കായിക താരമായ ജിമ്മി ജോർജ്, അദ്ദേഹത്തിൻ്റെ ഓർമ്മ 37 വർഷങ്ങൾക്ക് ശേഷം ഇന്നും അമേരിക്കയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കേരളക്കാരായ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ്. അദ്ദേഹം കായിക ലോകത്തിന് നൽകിയ ആ വലിയ സംഭാവനയെ ഇന്നും നിലനിർത്തുന്ന അമേരിക്കയിലെ കായിക പ്രേമികളെയും കായിക കോർഡിനേറ്റർമാരെയും വിവിധ സ്പോർട്സ് ക്ലബ്ബുകളെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഈ ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്യുന്ന കേരള സ്പൈക്കേഴ്സ് വോളിബോൾ ക്ലബ്ബ് തീർച്ചയായിട്ടും വലിയ ഒരു എഫേർട്ട് എടുത്തുകൊണ്ട് ഇവിടെ ഇത്രമാത്രം നല്ല രീതിയിൽ ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുമ്പോൾ ഒരു കേരളക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്നും ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് അമേരിക്കയിലേക്ക് വന്നിരിക്കുന്നത്. അമേരിക്കയിലെ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളികൾ മലയാള നാടിനെ ഓർമ്മിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഏവർക്കും അഭിമാനമുള്ള ഒരു കാര്യമാണ്. അത്രമാത്രം എഫേർട്ട് എടുക്കുന്ന നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ ഭാരവാഹികളെ പ്രത്യേകിച്ച് ശ്രീ ഷാജുവിനെയും ശ്രീ ബിജുവിനെയും ശ്രീ ഷാജിയെയും ഒക്കെ പ്രത്യേകമായി ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികളെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാലായിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ മാണി സി കാപ്പൻ ആണ്. മാണി സി കാപ്പൻ MLA എന്നല്ല. മാണി സി കാപ്പൻ ഒരു കാലഘട്ടത്തിൽ പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കായിക താരമായിരുന്നു. അതിനുശേഷം അദ്ദേഹം പാലായെ കായിക ലോകത്തിന് പാലായ്ക്ക് വലിയ സംഭാവനകൾ നൽകുകയും വലിയ ഒരു സഹായങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു നല്ല വ്യവസായിയായിരുന്നു. അദ്ദേഹം ഒരു സിനിമ നിർമ്മാതാവായിരുന്നു. അദ്ദേഹം ഒരു സിനിമാ നടനായിരുന്നു. അതിലെല്ലാം ഉപരിയായി അദ്ദേഹം ഒരു നല്ല കർഷകൻ കൂടിയാണ്. അതോടൊപ്പം ഇന്ന് പാലായുടെ മണ്ണിൽ നിന്നും ചോദ്യം ചെയ്യപ്പെടാത്ത രാഷ്ട്രീയ നേതാവായി അദ്ദേഹം ഉയർന്നിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കായിക താരത്തെയാണ് ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുവാനായി നിങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ളതും ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. ഇതുപോലുള്ള നമ്മുടെ നാടിനെ, പിറന്ന നാടിനെ, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പിതാമഹന്മാർ പിറന്ന നാടിനെ പോലും ഓർമ്മിക്കുന്ന ഈ അമേരിക്കയിലെ മലയാളി സമൂഹത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ വിജയങ്ങളും നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you for the very warm words of felicitation. Now I request all the players to come to this court. All those players in court 2 and 3, please come to this front court. It is a time for the players both at this time, so I call Ryan Uman, the captain of the New York Spikers, to come up to the front. And a word about Ryan and his team. He is also the current captain of Baruch Bearcats, who has won the 2024 CUNY Championship and has earned a bid to this year's Division 3 NCAA Championship, National Championship team. Ryan Uman. All the captains from each team
circle up and face me, please. Line up in front of me. When I say my name, just say it. All right. Repeat after me. Ryan Lewin, a participant of the 34th Jimmy George Memorial Super Trophy Volleyball Tournament. If I win or lose, what counts most is how I conduct myself and play my game. In the spirit of belongingness, peace and community, and enjoyment with my competitors. I now therefore declare to preserve the tenets and precepts of a true sportsman in thought, in word, and in deed, in the true spirit of sportsmanship, for the glory and honor of my team. So help me God. All right, thank you guys. Thank you so much. Now we have to introduce our chief referee and head lines and scores referees, Mr. Richard Lubin. Please come up. We want to introduce you. Head referee for this year's tournament. He is no stranger for Jimmy George. This will be the third time Richard has been part of our tournament. Next we have Mr. Merlin Thompson, has been an avid supporter. Please come up, Mr. Merlin Thompson. Has been an avid supporter of our community and was instrumental in helping us secure this facility. It was also with Merlin's help that we secured this facility in the first St. Lucas Memorial Tournament many years ago, and so we are grateful for his continued support. Thank you so much for being here. I want to welcome everybody to the 34th annual Jimmy George tournament. And I kind of know everybody's anxious to hear that sound. So let's go play ball and have fun. All right, so are we ready for the tournaments to start? Okay, so I request our chief guest, Mani C. Carpenter, to toss the volleyball as officially declaring that the tournament is open. All the captains, please come to the center court. All the captains, please. വോളിബോൾ മത്സരം കാണാനായി ജിമ്മി ജോർജിന് തന്നെ കളികൾ നേരിട്ട് കണ്ടിട്ടുള്ള ധാരാളം അമേരിക്കൻ മലയാളികൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. അവർ ഓരോരുത്തരും അവരെ പരിചയപ്പെടുത്തിയിട്ട് ഈ വോളിബോളിനെ കുറിച്ച് പറയുന്നത്. എൻ്റെ പേര് ജേക്കബ്. ഞാൻ ജിമ്മി ജോർജിൻ്റെ സ്വന്തം നാട്ടുകാരനാണ്. എൻ്റെ വീടും പേരാവൂരാണ്. വളരെ സന്തോഷമുണ്ട് ഈ കളി വന്ന് നേരിട്ട് കാണാൻ സാധിച്ചതിൽ. മിക്കവാറും കളികളിലെല്ലാം പോകാറുണ്ട്. ഇപ്രാവശ്യം ഒരു പ്രാവശ്യം കൂടെ വരാൻ സാധിച്ചു. സന്തോഷം. എൻ്റെ പേര് മാത്യു മാമൻ. 70കളിൽ ജിമ്മി ജോർജിൻ്റെ കളികൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. നാട്ടിൽ വെച്ചും ന്യൂഡൽഹി വെച്ചും ഇന്ത്യയും ഫ്രാൻസുമായിട്ടുള്ള കളി കണ്ടിട്ടുണ്ട്. ജിമ്മിയുടെ ആരാധകനാണ്. ഈ കളി വന്ന് കാണുന്നതിൽ വളരെ സന്തോഷം. ജിമ്മി ജോർജിൻ്റെ ഒരു വലിയ ആരാധകനാണ് ഞാൻ. വളരെ കാലം മുമ്പ് തൊട്ട് ജിമ്മി ജോർജിനെ പരിചയമുണ്ട്. അതുപോലൊക്കെ ജിമ്മി ജോർജിൻ്റെ പല കളികളും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ 34ാമത്തെ ജിമ്മി ജോർജിൻ്റെ ഈ കളി കാണാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ കളിയിലെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ. എൻ്റെ പേര് ദേവസി പാലാട്ടി.
ഞാൻ ജിമ്മി ജോർജിൻ്റെ ഒരുപാട് ടൂർണമെൻറ്റുകളിൽ കാണാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇന്ന് ന്യൂയോർക്കിലെ ക്വീൻസ് കോളേജിൽ 34ാമത് ജിമ്മി ജോർജ് മെമ്മോറിയൽ ടൂർണമെൻറ്റ് പാലാ MLA മാണി സി കാപ്പൻ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇവിടെ ധാരാളം ടീമുകൾ ഇന്ന് എത്തിയിട്ടുണ്ട്. വാശിയേറിയ വളരെ മത്സരമാണ് നടക്കുന്നത്. എല്ലാ ടീമുകളും ഒന്നിനൊന്ന് വളരെ മെച്ചപ്പെട്ടതാണ്. താങ്ക് യു സോ മച്ച്. ജിമ്മി ജോർജ് വോളിബോൾ മത്സരത്തിൻ്റെ പ്രധാന സംഘാടകരിൽ ഒരാളാണ് തോമസ് സെബാസ്റ്റ്യൻ. അവരുടെ ലീഗാണ് നോർത്ത് അമേരിക്കയിൽ ഈ മത്സരങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത്. ഇദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് അല്ലേ 2 വർഷമായിട്ട് ഇതിൻ്റെ ഒരു പ്രധാന ചെയർമാനായിട്ട് മേരിലാൻഡിൽ നിന്നുള്ള തോമസ് സെബാസ്റ്റ്യൻ. അദ്ദേഹം ഈ ടൂർണമെൻറ്റിനെ കുറിച്ച് എന്താ പറയുന്നത് നമുക്ക് കേൾക്കാം. 34ാമത് ജിമ്മി ജോർജ് മെമ്മോറിയൽ സൂപ്പർ ട്രോഫി വോളിബോൾ ടൂർണമെൻറ്റാണ് ഇപ്പോൾ ന്യൂയോർക്കിൽ നടക്കുന്നത്. കേരള വോളിബോൾ ലീഗ് ഓഫ് നോർത്ത് അമേരിക്കയുടെ നേതൃത്വത്തിലാണ് ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂയോർക്കിലെ ന്യൂയോർക്ക് സ്പൈക്കേഴ്സ് ടീമാണ് ഈ വർഷത്തെ ടൂർണമെൻറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ടൂർണമെൻറ്റിൽ 11 ടീമുകൾ US-ലെയും കാനഡയിലുമായിട്ട് 11 ടീമുകളാണ് പങ്കെടുക്കുന്നത്. എല്ലാ വർഷവും US-ലെ മേജർ സിറ്റീസിൽ നിന്ന് ടീം പങ്കെടുക്കാറുണ്ട്. അതുപോലെ കാനഡയിൽ നിന്ന് 2 ടീം അല്ലെങ്കിൽ 3 ടീമാണ് മാക്സിമം ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത്. ഈ ടൂർണമെൻറ്റ് 2 ദിവസമായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം സാറ്റർഡേ പൂൾ മാച്ചുകളാണ്. ടീമുകൾ പരസ്പരം 2 പൂളായിട്ട് തിരിഞ്ഞ് പൂൾ മാച്ചുകൾ കണ്ടക്ട് ചെയ്യും. പൂൾ മാച്ചുകളുടെ റാങ്കിങ്ങിൻ്റെ ബേസിൽ ഞങ്ങൾ പ്ലേ ഓഫ് മാച്ച് സൺഡേയിൽ കണ്ടക്ട് ചെയ്യും. സൺഡേയിലെ ക്വാർട്ടർ ഫൈനൽസ്, സെമി ഫൈനൽസ് ആൻഡ് ഫൈനൽസ്. ഫൈനൽസിൽ ആണ് ചാമ്പ്യൻസ് ആൻഡ് റണ്ണറപ്പ് ടീമുകളെ ഡിസൈഡ് ചെയ്യുന്നത്. ഈ വർഷം ഈ ടൂർണമെൻറ്റിലേക്ക് നമുക്ക് ഒരു വിശിഷ്ട അതിഥിയാണ് കിട്ടിയിരിക്കുന്നത്. പാലായുടെ MLA ആയ മാണി സി കാപ്പന്, ഫോർമർ ഇന്ത്യൻ വോളിബോൾ പ്ലെയറാണ്. ജിമ്മി ജോർജിൻ്റെ കൂട്ടത്തിൽ കളിച്ച വോളിബോൾ പ്ലെയറായ മാണി സി കാപ്പനാണ് വിശിഷ്ട ചീഫ് ഗസ്റ്റായിട്ട് ഈ വർഷത്തെ ടൂർണമെൻറ്റിൽ പങ്കെടുത്തിരിക്കുന്നത്. അദ്ദേഹം ഈ 2 ദിവസവും ഞങ്ങളോടൊപ്പം ഈ ടൂർണമെൻറ്റിലുണ്ട്. ഈ ടൂർണമെൻറ്റിൻ്റെ ഇനാഗുറേഷൻ മാണി സി കാപ്പനാണ് നടത്തിയത്. ടൂർണമെൻറ്റിൽ വിജയിക്കുന്നവർക്കുള്ള ട്രോഫിയും മാണി സി കാപ്പൻ നാളെ നൽകുന്നതായിരിക്കും. ജിമ്മി ജോർജ് വോളിബോൾ മത്സരത്തിൽ നമുക്കൊരു അതിഥി കൂടിയുണ്ട്. അത് കാലിഫോർണിയയിൽ നിന്നുള്ള തമ്പി ആൻ്റണിയാണ്. അത് പ്രശസ്ത സിനിമാ നടനും സംവിധായകനും നിർമ്മാതാവും അതിലെല്ലാം ഉപരിയായിട്ട് ഒരു വോളിബോൾ പ്രേമി കൂടിയാണ് തമ്പി ആൻ്റണി. 34ാമത് ജിമ്മി ജോർജ് വോളിബോൾ മത്സരത്തിൽ ഏതാണ്ട് 20 തവണ ഈ മത്സരങ്ങളിലുടനീളം പങ്കെടുക്കുകയും അതിൻ്റെ ഭാഗമാകുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഇന്ന് ന്യൂയോർക്കിൽ നടക്കുന്ന ഈ ജിമ്മി ജോർജ് വോളിബോൾ മത്സരത്തിൽ കാലിഫോർണിയ ടീമിൽ നിന്നാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ഈ മത്സരത്തിൽ കളിക്കുന്നുണ്ട് കാലിഫോർണിയ ടീമിന് വേണ്ടി. ഈ ഒരു സംഘാടകൻ കൂടിയാണ് അദ്ദേഹം ഈ വോളിബോളിൻ്റെ. അദ്ദേഹം എന്താണ് ജിമ്മി ജോർജ് വോളിബോൾ മത്സരത്തിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. ഞങ്ങളുടെ കുടുംബക്കാർ തന്നെ വോളിബോൾ കളിക്കാരാണ്. എൻ്റെ മൂത്ത ബ്രദർ സ്റ്റേറ്റിന് കളിച്ചാണ് ജോസഫ് ആൻ്റണി. പിന്നെ ബാബു ആൻ്റണി എല്ലാവർക്കും അറിയാം. അദ്ദേഹം യൂണിവേഴ്സിറ്റി കളിച്ചാണ്. ഞാൻ ബാസ്കറ്റ്ബോൾ വോളിബോളും കളിക്കും. ഞാൻ യൂണിവേഴ്സിറ്റി കളിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ ഇപ്പോൾ നമ്മുടെ മകൻ ജിമ്മി ജോർജിൻ്റെ കാലിഫോർണിയ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അപ്പം 4-5 വർഷമായിട്ട് അദ്ദേഹം ഞങ്ങളുടെ ടീമിൽ കളിക്കുന്നു. 20 വർഷമായിട്ട് ഞാൻ ഈ ജിമ്മി ജോർജ് ടൂർണമെൻറ്റിൽ മകൻ കളിക്കുന്നതിന് മുമ്പ് തന്നെ അത്ര വളരെ താല്പര്യപൂർവ്വം ജിമ്മി ജോർജിനെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോഴും മുന്നോട്ട് 34ാമത്തെ ടൂർണമെൻറ്റാണ് ന്യൂയോർക്കിൽ നടക്കുന്നത്. കഴിഞ്ഞ വർഷം ഷിക്കാഗോയിലായിരുന്നു. അതിന് മുമ്പത്തെ വർഷം ഞങ്ങളാണ് ആദ്യമായിട്ട് ഇത് ഹോസ്റ്റ് ചെയ്തത് ജിമ്മി ജോർജ്. അപ്പോൾ ഒരു ടീം ഫോം ചെയ്താൽ 2 വർഷത്തിനകം ഹോസ്റ്റ് ചെയ്യണമെന്നായിരുന്നു. വിജയകരമായിട്ട് ഞങ്ങൾ ഹോസ്റ്റ് ചെയ്തു. ഞങ്ങളുടെ ടീം ഫൈനലിൽ വന്നു. ജയിച്ചില്ലെങ്കിലും ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു. ഇപ്പം ഞങ്ങളുടെ ടീം ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മോനൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്.
ജിമ്മി ജോർജ് വോളിബോൾ മത്സരത്തിൻ്റെ 34ാമത് മത്സരം ഇവിടെ ന്യൂയോർക്ക് സ്പൈക്കേഴ്സ് ആതിഥേയരായ ഒരു മത്സരം നടക്കുകയാണ്. നമുക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യം, കഴിഞ്ഞ വർഷങ്ങളിലെ ജേതാക്കളായിട്ടുള്ള ഡാളസ് സ്ട്രൈക്കേഴ്സിൻ്റെ ഭാരവാഹികളും സംഘാടകരും കളിക്കാരും ഒക്കെയാണ് ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ഡാളസിൽ നിന്ന് അവർ കുടുംബമായിട്ട് എല്ലാവരും ഈ വോളിബോൾ മത്സരം കാണാനും ഡാളസ് സ്ട്രൈക്കേഴ്സിനെ പ്രോത്സാഹിപ്പിക്കാനുമായിട്ട് ഈ ന്യൂയോർക്കിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഇവരെല്ലാം തന്നെ കളിക്കാരും കൂടിയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പഴയ കളിക്കാരും ഇപ്പോൾ മക്കളെ കളിയിൽ പങ്കെടുപ്പിച്ച് വോളിബോളിൽ പാഷനായിട്ട് കൊണ്ടുപോയി നടക്കുന്ന ആൾക്കാരാണ് ഒരുവട്ടം സുഹൃത്തുക്കൾ ഇവരെല്ലാവരും. നമുക്ക് ഇവരോട് ഇന്നത്തെ ഈ മത്സരത്തെക്കുറിച്ചും ഇവരുടെ ഡാളസ് സ്ട്രൈക്കേഴ്സിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചും ഇവരുടെ ജയസാധ്യതയെക്കുറിച്ചൊക്കെ ഇവർ നമ്മളോട് സംസാരിക്കും. ഹലോ, എൻ്റെ പേര് സുനിൽ വർഗീസ്. ഞാൻ ഡാലസ് സ്ട്രൈക്കേഴ്സിനെ പ്രതിനിധീകരിച്ച് വന്നതാണ്. 1989 ഈ ലീഗ് സ്റ്റാർട്ട് ചെയ്തപ്പം മുതൽ ഈ ലീഗിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരുമാണ് ഇപ്പോൾ ഈ ഡാലസ് സ്ട്രൈക്കേഴ്സിൻ്റെ കൂടെ നിൽക്കുന്നത്. 5 വർഷത്തോളം ഈ ലീഗിൻ്റെ ചെയർമാനായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനു മുന്നേ ഒരു 3 വർഷത്തോളം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ചെയ്തിട്ടുണ്ട്. ഡാലസ് സ്ട്രൈക്കേഴ്സ് ഈ ലീഗിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു ക്ലബ്ബാണ്. വർഷങ്ങളോളം അതിനെ നയിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഇപ്പോഴും ഈ പുതിയ തലമുറയെ സപ്പോർട്ട് ചെയ്യുന്നത് പോലും വോളിബോളിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അതുപോലെ യശസ്വരീനായ ബ്ലസൻ ജോർജ് ഞങ്ങളെ ഒരുപാട് ട്രെയിനിങ്ങിലും കോച്ചിങ്ങിലും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജിമ്മിയുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ ഇത് വളരെ ബുദ്ധിമുട്ടി വർഷങ്ങളോളമുള്ള അധ്വാനത്തിൻ്റെ ഫലമായിട്ട് 34 വർഷമായിട്ടും ഇപ്പോഴും ഗംഭീരമായിട്ട് തന്നെ ഈ ടൂർണമെൻറ്റ് മുന്നോട്ട് പോകുന്നു. അമേരിക്കയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഓർഗനൈസേഷനിലൊന്നാണ് കേരള വോളിബോൾ ഓഫ് ലീഗ് ഓഫ് നോർത്ത് അമേരിക്ക. അതുകൊണ്ട് അതിൻ്റെ അഭിമാനം ഞങ്ങൾക്കുണ്ട്. ഈ വർഷം നടത്തുന്ന ന്യൂയോർക്ക് സ്പൈക്കേഴ്സ് തുടക്കം മുതലേ ഉള്ള ടീമാണ്. അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. എൻ്റെ പേര് ജെയിംസ് എബ്രഹാം പ്രസാദ് എന്നാണല്ലോ അറിയപ്പെടുന്നത്. ഈ ടൂർണമെൻറ്റ് KVLNAയുടെ ട്രഷററും കോർഡിനേറ്ററുമായിട്ട് വർഷങ്ങളായിട്ട് ചെയ്യുന്നു. എൻ്റെ പേര് തങ്കച്ചൻ ജോസഫ്. ഈ ജിമ്മി ജോർജിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ മുതൽ ഞങ്ങൾ കളിക്കാരായിരുന്നു. ഇപ്പോൾ എൻ്റെ 2 മക്കളും ഈ ജിമ്മി ജോർജ് മെമ്മോറിയൽ ടൂർണമെൻറ്റിന് വേണ്ടി കളിക്കുന്നുണ്ട്. ആക്ച്വലി ഡാലസ് സ്ട്രൈക്കേഴ്സ് എന്ന് പറഞ്ഞാൽ 7 ടൈംസ് ചാമ്പ്യന്മാരായിരുന്നു. ഇന്നും ഈ 34 മത്സരത്തിലും ഞങ്ങൾ ട്രോഫി എടുത്തുകൊണ്ട് പോകുമെന്ന് തന്നെ ഉറച്ച വിശ്വാസത്തിൽ ആണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ബിജു, ലോസ് ആൻഡ് ട്രാവൽ ഡാലസ്. ഞാൻ സ്ട്രൈക്കേഴ്സിൻ്റെ അനേക വർഷങ്ങളായിട്ട് സ്ട്രൈക്കേഴ്സ് ടീമിനെ സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഡാലസിലെ സ്ട്രൈക്കേഴ്സിൻ്റെ പഴയ ഒരു കളിക്കാരിലുള്ള ആളുമാണ്. അപ്പോൾ ഈ വർഷം 34th ജിമ്മി ജോർജിന് ഇവിടെ വരുവാനും ഈ കളി കാണുവാനും ചാമ്പ്യൻഷിപ്പ് എടുത്തുകൊണ്ട് പോകാനുള്ള ആഗ്രഹത്തോടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ഫേവറി ഫിലിപ്പ്. ഞാൻ കഴിഞ്ഞ 33 വർഷവും ഈ ടൂർണമെൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. പഴയ പ്ലെയറുകളാണ് ഞങ്ങളുടെ പിള്ളേരിപ്പം കളിയിൽ കണ്ടിന്യൂ ചെയ്യുന്നു. അവരാണ് ഇപ്പോൾ ഈ ടേക്ക് ഓവർ ചെയ്തത്. താങ്ക് യു. എൻ്റെ പേര് ജോസി തളച്ചില്ലൂർ. ഞാൻ ഡാലസ് സ്ട്രൈക്കേഴ്സിൻ്റെ ഒരു പ്രീവിയസ് പ്ലെയറാണ്. ഞങ്ങൾ ഇത് തുടങ്ങിയ കാലം മുതൽ തന്നെ ഈ ടീമിനോട് കൂടി പ്രവർത്തിക്കുന്ന ഒരാൾ. ഇതിൻ്റെ പഴയ ഒരു ടീമിൻ്റെ ഒരു സെറ്ററാണ്. എല്ലാവിധ ഭാവുകങ്ങളും ഡാലസ് സ്ട്രൈക്കേഴ്സിന് നേർന്നുകൊണ്ട്. എൻ്റെ പേര് ടോമി ജോസഫ്. ഞാൻ ഡാലസ് സ്ട്രൈക്കേഴ്സിൻ്റെ ഒരു മെമ്പർ ആൻഡ് പ്രീവിയസ് പ്ലെയർ. താങ്ക് യു എല്ലാം. എൻ്റെ പേര് ജിനു കുടിലിൽ. ഞാൻ ഡാലസ് സ്ട്രൈക്കേഴ്സിലെ ഒരു പ്ലെയറും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഡാലസ് സ്ട്രൈക്കേഴ്സിലെ കോച്ചുമാണ്. ഞാൻ മുൻ MG യൂണിവേഴ്സിറ്റി പ്ലെയറും കൂടിയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ 10-45 ഫാമിലി മെമ്പേഴ്സാണ് ഇന്നിവിടെ ഈ ഡാലസിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിമനോഹരമായ ഒരു ആതിഥേയത്വമാണ് ന്യൂയോർക്ക് സ്പൈക്കേഴ്സ് വഹിച്ചിരിക്കുന്നത്. അപ്പം അവർക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും എല്ലാ പ്ലെയേഴ്സിനും നേർന്നുകൊള്ളുന്നു. താങ്ക് യു. Hi, my name is Nikhil Justin. I've been playing volleyball for 2 years. I'm on the Washington Kings, and this tournament's actually been really fun. I mean, I plan on playing club at my college, the college I'm attending, and volleyball's really grown on me. I haven't been playing for that long, but yeah.
ഇന്ന് 34th ജിമ്മി ജോർജ് വോളിബോൾ ന്യൂയോർക്കിൽ നടക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ വിന്നേഴ്സായിട്ടുള്ള ഡാളസ് സ്ട്രൈക്കേഴ്സിൻ്റെ പ്ലേയേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവരെല്ലാം വളരെ പുതിയ തലമുറയിലെ കളിക്കാരാണ്. ഇവർ ഓൾമോസ്റ്റ് അമേരിക്കയിൽ നടക്കുന്ന എല്ലാ വോളിബോൾ മത്സരങ്ങളിലും ഫൈനൽ റൗണ്ടിൽ കളിക്കുകയും ഒട്ടുമിക്ക മത്സരങ്ങളിൽ ജേതാക്കളായി മാറുകയും ചെയ്യുന്നവരാണ് ഡാളസ് ടീമിലെ സ്ട്രൈക്കേഴ്സ്. വാട്ട്സ് യുവർ പ്ലാൻ അബൌട്ട് യുവർ വോളിബോൾ കരിയർ? Is it your passion or why you are stick on in the volleyball? All these things you say, everybody. Okay. First you say your name and your place in India, from Dallas. All these things and explain that. Okay. Saju first. എൻ്റെ പേര് സിൽവാനസ് സാജു. ഞാൻ നാട്ടിൽ നിന്ന് റാന്നി പത്തനംതിട്ടയാണ്. I live in Euless, Texas. Volleyball is a passion for our team, for the city. We love playing together. We get to travel across the country. So we're grateful for the opportunity, and the Strikers have given us an opportunity to play all over the country, and for some of us even reach higher than just Malayali volleyball. So we're grateful to the club. This is a great team to be part of, a great city to be from, and yeah. My name is Nelson Joseph. I'm from Irving, Texas, and we're happy to be here at this tournament. We're excited. We're really thankful for the New York team and their organization. And we hopefully tomorrow we can win. എൻ്റെ പേര് ജൂഡ് ഐസക്കാ. എൻ്റെ പേരൻസ് വയനാട് ഡിസ്ട്രിക്റ്റാണ് ഹെയിൽ ചെയ്യുന്നത്. സോ എനിക്ക് മലയാളം നല്ലപോലെ സംസാരിക്കാൻ പറ്റില്ല. സോ I'm going to speak in English. I live in Dallas with my wife. Both my parents are there. I started with the team in 2014, and it's been 10 years. I'm really excited to see the younger kids being able to play here. It's time for me to start taking the bench. These guys, we got a really good roster, a very good team culture, so I'm excited to see them play on. Hopefully my son will eventually play on the team as well. But I'm excited. We have a really good team this year, so I'm hoping to get to the finals and win. My name is Troy Phillip. I am from Irving, Texas. Today with me I have the Dallas Strikers, and we're hoping to get our 3rd championship in a row. So hopefully we can continue that trend and keep that winning mentality as we keep going and keep playing together as brotherly love. So thank you guys. My name is Joel Abraham. My parents are from Corteham. I am from Dallas, Texas. This is the Dallas Strikers. We've been together a long time. Club has been around for 30 plus years, and we're really excited for what this future brings for us. We're hoping to get our 3rd championship this year. എൻ്റെ പേര് പത്രോസ്. My family is from Corteham. This is my first year playing with the Strikers. Practice every week. It's one of the things I look forward to. And first Jimmy George, excited to take the dub. My name is Daniel Oko. I've been a part of the Strikers for a couple of years now. I live in Irving, Texas with some of these guys. We've been playing volleyball consistently for the past couple of years. We're just having a great time. We're trying to go for that 3-peat. Dallas Strikers on 3. 1, 2, 3. Hello, my name is Aaron Matthew. I also go by Chachu. I'm from Irving, Texas, but my family's from Katanam. My biggest inspiration to play volleyball is my dad, Sheikh Shaji. Without him, I wouldn't be here where I would meet these people. And we're here to wear Jimmy George for the 3rd time in a row, so let's do it. My name is Joshua Joseph Kudilu, and I've been playing for the Strikers for a very long time. Yeah, and I'm from Irving, Texas, and I'm always achieving to be better, and we're ready to get the 3-peat. Hey!